ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്കടുത്ത് ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വെള്ളിയാഴ്ച പുനരാരംഭിക്കുവാൻ തീരുമാനം. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണെന്ന നിഗമനത്തിലാണ് തിരച്ചിൽ പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെ തുടരുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് ഡ്രെഡ്ജർ കാർവാർ തുറമുഖത്തു നിന്ന് ശിരൂരിലേക്ക് തിരിക്കും. പുഴയിലെ വേലിയിറക്ക സമയം അടിസ്ഥാനമാക്കി പാലങ്ങൾ കടക്കണം. വ്യാഴാഴ്ച വൈകിട്ട് ഡ്രെഡ്ജർ ശിരൂരിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് അർജുനും മറ്റ് 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ നടത്താനുള്ള ഡ്രെഡ്ജർ ഘടിപ്പിച്ച ഡെങ് ബോട്ട് കാർവാർ തീരത്തു നിന്ന് പുറപ്പെട്ടത്. 28.5 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള 3 അടി വരെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ മണ്ണെടുക്കാൻ കഴിയുന്ന ഡ്രെഡ്ജറാണ് കാർവാർ തുറമുഖത്ത് എത്തിയത്. ഇന്നലെ വൈകിട്ട് ഡ്രെഡ്ജർ എത്തുമെന്നായിരുന്നു കണക്ക് കൂട്ടലെങ്കിലും കടലിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാലും മത്സ്യത്തൊഴിലാളികളുടെ വലയും മറ്റും മാറ്റാൻ കാത്തുനിന്നതിനാലുമാണ് വരവ് വൈകിയത്. മണ്ണും പാറക്കെട്ടും മരങ്ങളും എടുക്കാനുള്ള ഒരു ഹിറ്റാച്ചി, ഡ്രെഡ്ജറിനെ പുഴയിലുറപ്പിച്ച് നിർത്താനുള്ള 2 ഭാരമേറിയ തൂണുകൾ, തൂണ് പുഴയിലിറക്കാനും പുഴയിൽ നിന്ന് വസ്തുക്കൾ എടുക്കാനും കഴിയുന്ന ഒരു ക്രെയിൻ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. ഗംഗാവലി പുഴയിലെ 2 പാലങ്ങളാണ് ഡ്രെഡ്ജർ അടങ്ങിയ ബോട്ട് എത്തിക്കാനുള്ള ഒരു പ്രധാന വെല്ലുവിളി. നാവികസേനയുടെ സംഘം നാളെ ഗംഗാവലി പുഴയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും. ലോറിയുണ്ടാകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് പുഴയുടെ അടിത്തട്ടിൽ സോണാർ പരിശോധനയും നടത്തും. ശേഷമാകും ഡ്രെഡ്ജിംഗ് രീതി തീരുമാനിക്കുക. ടങ്ക് ബോട്ടിലെ തൊഴിലാളികളുടെയും ദൗത്യസംഘത്തിന്റെയും സുരക്ഷ കൂടി കണക്കിലെടുത്താകും തെരച്ചിൽ എങ്ങനെ തുടരണമെന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകുക.